സമ്പത്തിനോട് ആർത്തി വന്ന സ്നേഹമില്ലാണ്ടാവും. അമ്മയില്ലാത്തതിന്റെ കുറവറിയിക്കാതെ ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ അവരിൽ സ്നേഹമുണ്ടായിരുന്നു. പരസ്പരം സ്നേഹിക്കാനും അച്ഛനെ സ്നേഹിക്കാനും അവർക്കറിയാമായിരുന്നു. പക്ഷേ അവരുടെ അമ്മയുടെ സ്വത്ത് കയ്യിൽ വരുമെന്ന് തോന്നിയതോടെ എൻ്റെ മക്കൾ വല്ലാതെ മാറിപ്പോയി. അച്ഛൻ പക്ഷഭേദം കാണിക്കുന്നുവെന്നാ ഇപ്പോ ചിലരുടെയൊക്കെ തോന്നല്. എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ഉള്ളതൊക്കെ വെച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു. തറവാട്ടിൽ നിന്ന് ബാക്കി സ്വത്തുകൂടി കിട്ടുമ്പോൾ എല്ലാത്തിനും ഒരു കണക്ക് വെച്ച് എല്ലാ മക്കൾക്കും തുല്യമായി പങ്കുവെച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കല്യാശ്ശേരിയിലെ സ്വത്ത് കിട്ടാൻ കേസ് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഞാനന്ന് വിചാരിച്ചതേ ഇല്ലല്ലോ രാമനാഥ. സ്വത്ത് ആവശ്യമുള്ള ഒരു കേസ് നടത്തി അതങ്ങ് വാങ്ങിക്കട്ടെ മാഷേ. ഇപ്പോഴത്തെ മാഷിന്റെ പ്രശ്നം രഘുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ലേ? ഈ അനുപമയുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി രഘുവിന് കൊടുക്കാമെന്ന് പറഞ്ഞതോടെ ആ പ്രശ്നങ്ങൾ തീർന്നില്ലേ മാഷേ? ആ, തൽക്കാലം അതൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം. രാവിലെ അമ്പലത്തിൽ വന്ന് ഭജന വരുന്നത് ആ ഒരു പ്രാർത്ഥനയുമായ. രഘുവിന്റെയും അമ്പിളിയുടെയും കാര്യ അവസാന നിമിഷം എന്തും സംഭവിക്കാം. ഈ കാര്യത്തിലെങ്കിലും അങ്ങനെയുള്ള ഒരു വിഘ്നങ്ങളും വരുത്തല്ലേ ദൈവമേ, ഭഗവാനെ. മാഷേ മാഷേ ഒന്ന് സമാധാനായിട്ടിരിക്കേ. 25 ലക്ഷം രൂപയ്ക്ക് ഇന്ദ്രൻ ആ കട സ്വന്തമായി കിട്ടുക എന്ന് പറഞ്ഞാ അതൊരു നേട്ടമല്ലേ? എന്തായാലും പണം കൊടുക്കുന്ന ഉറപ്പാ. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ അനുപമയുടെ മനസ്സ് കാണുമ്പോ മക്കളുടെ മനസ്സിലെ സ്നേഹം വറ്റിപ്പോയെന്ന് ഭാഷയ്ക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? അനുമോളുടെ കാര്യത്തില് എനിക്ക് പ്രതീക്ഷയുണ്ട് രാമനാഥ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കണമെന്ന്. പക്ഷെ എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ചീരുമോളിലുണ്ടായ മാറ്റം. ദയയുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ചീരുമോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളായിരുന്നു എന്റെ ചീരുമോൾ. അച്ഛന്റെ മകളായി ജീവിച്ച കാലത്ത് നിന്ന് അവൾ വിനയന്റെ ഭാര്യയായി ജീവിക്കുന്ന കാലത്തിലേക്ക് അവൾ മാറിയില്ലേ? ചന്ദനമരത്തിൽ ചാരി ജീവിക്കുമ്പോഴുള്ള സ്നേഹവും നന്മയും കാഞ്ഞിരമരത്തിൽ ചാരി ജീവിക്കുമ്പോൾ കിട്ടില്ല മാഷേ. അത് അവളുടെ കുറ്റമല്ല, അത് അവളുടെ വിധിയാ, വിധി. ചീരുനും വിനയനും മാഷ് ഇതുവരെ ഒന്നും കൊടുത്തില്ലല്ലോ. രഘുവിന്റെയും അമ്പിളിയുടെയും കാര്യം കഴിഞ്ഞാൽ മാഷ് അതുകൂടി ഒന്ന് ആലോചിക്കണം. ഈ അവകാശം ചോദിച്ച് ശബരീന് ഒരിക്കലും അവിടേക്ക് വരില്ല എന്ന് മാഷിന് ഞാൻ ഉറപ്പ് തരാം. രഘുവിന്റെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടായത് അനുമോൾ ആ ഷോപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായതുകൊണ്ടും ദാസ് അതിന് സമ്മതം മൂളിയതുകൊണ്ടും മാത്രമാണ് രാമനാഥ. പണ്ട് അനുവിന്റെ പേരിൽ ആ ഷോപ്പ് വാങ്ങാൻ പണം കൊടുത്തത് ദാസായിരുന്നല്ലോ. ഇനി ചീരുവിന്റെ ആവശ്യം കൂടി പരിഹരിക്കണമെങ്കിൽ അനുപമ തന്നെ മനസ്സ് വയ്ക്കേണ്ടി വരും. തറവാട്ടിൽ നിന്ന് കിട്ടിയ പണത്തിൽ നിന്ന് 50 ലക്ഷം രൂപ ഞാൻ മുടക്കിയത് അനുവിന് ആ വീട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആയിരുന്നല്ലോ. പലരുടെയും പ്രതിഷേധവും ആ കാര്യത്തിൽ തന്നെയാ. ഇനിയിപ്പോ നിവൃത്തിയില്ലെങ്കിൽ അത് വിറ്റുകളയട്ടെ എന്ന് എന്റെ മോളോട് ചോദിക്കേണ്ടി വരുമെന്നുള്ള ഭയത്തിലാണ് ഞാനിപ്പോ ഉള്ളത്. മഞ്ചാടി, നീ എന്താ ഇവിടെ? എനിക്ക് ഗോകുലേട്ടനെ ഒന്ന് കാണണം. ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ആരാ മോളെ? അമ്മേ, മഞ്ചാടിയാ. ഗോകുലേട്ടനെ കാണാൻ വന്നതാ. എന്താ മോളെ കാര്യം? ഗോകുലിനെ എന്തിനാ കാണുന്നേ? ഞാൻ പറയാൻ, എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ?
സച്ചേട്ടാ, മഞ്ചാടിയാ. മഞ്ചാടി ഗോകുലിനെ അന്വേഷിച്ചു വന്നതാ. അങ്കിൾ, എന്താ മോളെ? അല്ല, എന്തിനാ നീ ഗോകുലിനെ അന്വേഷിക്കുന്നേ? അതെന്താണെങ്കിലും അങ്കിളിനോട് പറ. എന്റെയും ജീവന്റെ കല്യാണം മുടക്കാൻ ഗോകുലേട്ടൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയതായി ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം മുടങ്ങുകയും ചെയ്തു. അത് മോളെ, ഗോകുൽ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അന്ന് കാറ്റും മഴയുള്ള സമയത്ത് അന്ന് ജീവൻ വള്ളത്തിൽ കടവ് കിടക്കാൻ നോക്കുമ്പോൾ അപകടം സംഭവിച്ചതല്ലേ? അന്ന് രാത്രി ഗോകുലേട്ടനെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മഞ്ചാടി. ഏട്ടന് നിന്നെ നഷ്ടപ്പെട്ടതിൽ ചെറിയൊരു വിഷമുണ്ടെന്നല്ലാതെ വേറെ പകയൊന്നും ഉണ്ടായിരുന്നില്ല. അതേ മോളെ, എന്റെ മോൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. നിനക്കും ജീവനും വേണ്ടി ജയിലിൽ വരെ കിടന്നവനല്ലേ ഗോകുല്. മോൾ അവനെ വെറുതെ സംശയിക്കരുത്. ഞാൻ വെറുതെ സംശയിക്കുന്നതല്ല ആന്റി. ജീവൻ രാജിന് എന്താ സംഭവിച്ചെന്ന് ആന്റിയുടെ മകൻ അറിയാം. അത് ഗോകുലേട്ടനിൽ നിന്ന് കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവും.